അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മളത് വീണ്ടും ഇറങ്ങുകയാണ് ഒരു വൈകിട്ടൊന്ന് ഈവനിങ് വാക്കിന് വേണ്ടി. ആദ്യം ഇവിടെ അടുത്തൊരു ലോക്കൽ മാർക്കറ്റിൽ പോയി. പിന്നെ അവിടെ നല്ല ചൂട് ക്യാപ്പച്ചിനോ കുടിച്ചു. പിന്നെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായി, അവിടെയും കയറി. നോർമലി നമ്മുടെ നാട്ടിലെ പോലെ തന്നെയല്ല, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു ക്ലോത്ത് സ്റ്റോറിൽ കയറി, അവിടെ നോർമൽ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇതാണ് എൻ്റെ ചേട്ടൻ. അങ്ങനെ നല്ല തണുപ്പത്തൊരു ചൂട് ചായ കുടിക്കാൻ നല്ല രസമായിരുന്നു. ഒരു ഓംലെറ്റും പറഞ്ഞു. ആക്ച്വലി കാണുന്ന പോലെയല്ല, ഇത് രണ്ടെണ്ണം ഉണ്ട്. ആൻഡ് രണ്ട് ഓംലെറ്റിന് വെറും 50 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല എരിവും ഉണ്ടായിരുന്നു. കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് മാറിയോണ്ട് എൻ്റെ മൂക്കിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പുറത്തിന് ഭയങ്കര എരിവും ഉണ്ടായിരുന്നു. എഗെയിൻ നമ്മൾ റൂമിലേക്ക് വെച്ച് കോഫി പൗഡറും വെള്ളമൊക്കെ മേടിച്ചു. ഇതാണ് ഈ കാണുന്ന ലോക്കൽ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. ഇവിടെ ബൊഫേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സാലഡ്, ഗോബി മഞ്ചൂരി, ദാൽ മഖനി, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ഡിഷസ് ഉണ്ടായിരുന്നു. ഞാൻ നോർമലി പ്ലെയിൻ റൈസും പിന്നെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ്, വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുഡിൻ്റെ കേസിൽ. ഒരു സൂപ്പ് കുടിച്ചു, അതാണെങ്കിലും നല്ല എരിവും. അവിടെയാണ് ഞാൻ പെട്ടുപോയത്. പക്ഷേ ഓക്കെ ആയിരുന്നു കേട്ടോ. എഗെയിൻ നമ്മൾ വീണ്ടും ഒരു ഈവനിങ് വാക്കിന് വേണ്ടി പോയി. അവിടെ കുറേ ക്ലോത്തിൻ്റെ സ്റ്റോഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവിടെ എല്ലാം പോയി വിസിറ്റ് ചെയ്തു. ഇവിടെ ആക്ച്വലി എല്ലാ മെറ്റീരിയൽസും ഹാൻഡ് വർക്കാണ്, ഒന്നും പോലും മെഷീൻ വർക്കില്ല. സോ കുറച്ച് പ്രൈസി ആയിരുന്നു. എഗെയിൻ നമ്മൾ റൂമിലെത്തി, എനിക്ക് വീണ്ടും വിശന്നു. സോ ഒരു ചോക്കോസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായി കഴിച്ചു. മിൽക്ക് പൗഡർ, ഷുഗർ, അങ്ങനെ എല്ലാം റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.